ഇപ്പൊ ഈ നെര്യാണിക്ക് താഴെ തുണിയും പാന്റും ഒക്കെ എടുക്കുന്നതിനെ പറ്റി പറഞ്ഞ അപ്പൊ നമ്മളെ ആളുകൾ പറയും അത് മൗലവി അഹങ്കാരമില്ലാത്തവർക്ക് തുണി താഴ്ത്തിരുന്നതിന് കുഴപ്പമില്ലല്ലോ. അഹങ്കാരത്തോടു കൂടി വസ്ത്രം നിലത്തിഴക്കുന്നത് പാടില്ല എന്നല്ലേ. എന്റെ പേര് നിലത്തേക്ക് തട്ടിയില്ല അങ്ങനല്ലേ ഉള്ളൂ. ഞാൻ നിലത്തെ ഇഴക്കണമെന്നില്ലല്ലോ. പിന്നെ എനിക്കാച്ച ഒരഹങ്കാരം ഇല്ല. ആരാ സുഹൃത്തുക്കളെ അഹങ്കാരം ഉണ്ടെന്ന് സമ്മതിക്കുക? ഏറ്റവും വലിയ മുത്തക്കബീർ ഫിറോവിന്റെ വായത്തെ മുത്തക്കബീറിന് വിചാരം എന്താ? ഓൻ വളരെ വിനയുള്ളവനാണ്. അത് ഞമ്മക്കല്ലേ തിരിയുള്ളൂ അല്ലേ? അഹങ്കാരം ഉണ്ടോ അല്ലേ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. സുഹൃത്തി അങ്ങനെ ഒരു ഹദീസ് തന്നെയല്ല. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറയാ അബൂബക്കർ സിദ്ദീഖ് നബി പറഞ്ഞില്ലേ? ആചാര്യ കൊസറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ശൈത്താൻ പറഞ്ഞു കൊടുക്കണമൊക്കെ. അബൂബക്കർ സിദ്ദീഖിന് പറഞ്ഞു കൊടുത്തെന്താ? നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിന്റെ ഹദീസ് കേൾക്കുകയാണ്. മൻ ജറ സൗബഹു ഖുയലാ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ആരെങ്കിലും അഹങ്കാരത്തോടെ വസ്ത്രം നിലത്ത് വലിച്ചഴക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ നോക്കുന്നതേ അല്ല. ഖിയാമത്ത് നാളിൽ അല്ലാഹു നോക്കൂലാൻ. പടച്ചോനൊരു കടാക്ഷം കൂടി ഉണ്ടാവൂല. പടച്ചോനെ അബൂബക്കർ സിദ്ദീഖിന് ബേജാറ് വന്നു. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ഇദാരി യസ്തർഖി ഇല്ലാ അൻ അതഅഹദഹു. ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ എന്റെ തുണിയും ചിലപ്പോൾ താഴെ കൂർന്നു പോകാറുണ്ട്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലസ്ത മിമ്മൻ യഫ്അലുഹു ഖിയലാ. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കറെ, താങ്കളത് അഹങ്കാരത്തോടു കൂടി ചെയ്യുന്ന ആളല്ലല്ലോ. ഇതിന്നിപ്പോ നമ്മളെ ആളുകളെ വ്യാഖ്യാനം എന്താണ്? അഹങ്കാരം ഇല്ലാത്തവർക്ക് വസ്ത്രം താഴ്ത്തുന്നതിന് കുഴപ്പമില്ല. സാധാരണക്കാരന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്. വലിയ വയറന്മാര്, വലിയ നേതാക്കന്മാര് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അഹങ്കാരം ഇല്ലാത്തവർക്ക് താഴ്ത്തിയതാണ്. എന്താ മൂപ്പര തുണികൾക്കൊക്കെ താഴ്ന്നു പോലുണ്ട്. അപ്പൊ അത് തന്നെ ന്യായീകരിക്കുകയാണ്. സുഹൃത്തെ, അബൂബക്കർ സിദ്ദീഖ് സാധാരണ വസ്ത്രം കയറ്റി കൊടുക്കുന്ന ആളാണ്. അത് ഈ ഹദീസിന്റെ വ്യക്താണ്. ഞാൻ അറിയാതെ ചിലപ്പോ താഴ്ന്നു പോലുണ്ട് എന്നാ. റമളാൻ മാസത്തിലൊക്കെ അല്ലേ ബെൽറ്റിന്റെ എല്ലാ തൊളയും ഏറ്റവും അടിയത്തെ തൊളട്ടാലും ചിലപ്പോൾ താഴും. കാരണം എന്താ, പള്ളിയിലൊന്നും ഇല്ലായി. അപ്പൊ ഏത് കയറ്റി കൊടുക്കണമെന്ന് ചിലപ്പോ അറിയാതെ താഴ്ന്നു പോകും. അതിന് കുറ്റല്ലാന്നാ പറഞ്ഞത്. അല്ലാതെ കരുതി കൂട്ടി തുണി നിലത്തിക്കുക എന്നിട്ട് ചോദിച്ചാൽ പറയാ എനിക്ക് അഹങ്കാരം തന്നെ, ഞാൻ വളരെ വിനയുള്ള ആളല്ലേ. കരുതി കൂട്ടി പാന്റ് നീളം വെപ്പിക്കുക എന്നിട്ട് എനിക്ക് അഹങ്കാരമില്ല. അഹങ്കാരം ഇല്ലെങ്കിൽ അതിന്റെ കുറ്റം ഒഴിവായിരുന്നുള്ളൂ. തുണി താത്തിട്ട് കുറ്റം ഉണ്ടാവും. മാത്രല്ല അത് ഞമ്മക്കൊരു റിഡക്ഷൻ അല്ലേ മൗലവി? എടോ, റിഡക്ഷൻ എവിടെയാ നിങ്ങള്? ഈ കണങ്കാലിന്റെ മധ്യത്തിൽ ആ തുണിന്റെ അതിർത്തി, അവിടെ മുതൽ നെര്യാണി വരെ റിഡക്ഷൻ, എക്സംഷൻ. മനസ്സിലായില്ലേ? നിയമം പറഞ്ഞാലേ എക്സംഷൻ മനസ്സിലാവുള്ളൂ. ഇസ്റത്തുൽ മുഅ്മിനി ലാ അൻസാഫി സാഖൈഹി. മുഅ്മിനിന്റെ തുണിയുടെ അതിർത്തി കണങ്കാലിന്റെ മധ്യത്തിലാണ്. അവിടെ അതിർത്തി, അതാ നിയമം. പിന്നെ പറയാണ് ലാ ഹറജ ബൈനഹു വബൈനൽ കഅബൈൻ. അവിടെ നിന്നിട്ട് നെര്യാണി വരെ കുഴപ്പമില്ല. നെര്യാണിന്റെ താഴെ പോയാലോ? നെര്യാണിന്റെ താഴെ പോയാൽ മാ അസ്ഫലൽ കഅബൈനി ഫഹുവ ഫിന്നാർ. നെര്യാണിക്ക് താഴെയുള്ളത് അരിഞ്ചാകട്ടെ ഒരിഞ്ചാകട്ടെ അത് നരകത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ തീർത്ത് പഠിപ്പിക്കാണ്. അപ്പൊ ചില സുല്ലമികൾക്ക് ഒരു കുരുട്ട് ചോദ്യം, സ്വർഗം നടന്നാപ്പി ഒരിഞ്ചുമ്മി അരിഞ്ചുമ്മയൊക്കെയാണോ? പറയേണ്ടതെന്ന് കൂടെ ഇഞ്ഞ് പോയി കുറച്ചും കൂടി നിന്ന് പോകാണ്ടെന്ന് മാത്രം. ആ പോയാലെ വാദങ്ങളാതൊക്കെ. എന്ത് അരിഞ്ചുമ്മിയൊക്കെ സ്വർഗം? അത് അള്ളാന്റെ റസൂലിന് ക്ലാസ് എടുത്ത് കൊടുക്ക. അങ്ങനെ അല്ല നബിയെ പറയേണ്ടത്. അരിഞ്ചിനും ഒക്കെ ചിലപ്പോ സ്വർഗം പോയി വരും. അള്ളാന്റെ റസൂൽ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ്. മാത്രല്ല അള്ളാന്റെ റസൂൽ തുണി കണ്ട കയറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരോടാ പറഞ്ഞത്? വിനയത്തിന്റെ നിറകുടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുത്തബിഉസ്സുന്ന എന്ന് ചരിത്രത്തിൽ പുകൾപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തുകൂടെ കടന്നുപോയി. അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. മറർത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ഇസാരി ഇസ്തിർഖാഉൻ. തുണി അല്പം താഴ്ന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ റസൂലിന്റെ അടുത്തൂടി കടന്നു പോകുമ്പോ ഫഖാൽ, അപ്പൊ നബി പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ഇർഫ ഇസാറക്. അബ്ദുല്ലാഹ് തുണി കയറ്റി കൊടുക്ക്. അപ്പൊ നബി പറഞ്ഞപ്പോ ഫറഫഅതുഹു, ഞാൻ കയറ്റി കൊടുത്തു. സുമ്മക്കാല വീണ്ടും നബി പറഞ്ഞു ജിദ്, ഒന്നുകൂടി കയറ്റി കൊടുക്ക്. ഫജിദ്തു, അപ്പൊ ഒന്നുകൂടി കയറ്റി കൊടുത്തു. ഫമാജിൽതു അതഹറാഹ ബഅദു. ആ കയറ്റി കൊടുത്ത അതിർത്തിയാണ് പിന്നെ ഞാൻ എപ്പോഴും തെരഞ്ഞെടുക്കാറുള്ളത്. ഫഖാല ബഅദുൽ ഖൗം, അപ്പൊ കേട്ട് നിൽക്കുന്ന ചില ആളുകൾ ചോദിച്ചു, എത്ര അത് കയറ്റണ്ട്? ഇലാ അയിന, എത്രയാ കയറ്റണ്ട്? ഫഖാല ഇലാ അൻസാഫി സാഖൈൻ, കണങ്കാലിന്റെ മധ്യത്തിലേക്ക്. റവാഹു മുസ്ലിം. അല്ലേ? നമ്മൾ പാന്റ് ഇട്ട് ഇറങ്ങുമ്പോ തുണി തരുമ്പോ പെണ്ണുങ്ങൾ പറയാം, ഞങ്ങളെ പാന്റിന്റെ കോലം ഒരു മുന്തിയാലം പാന്റ്, ഞങ്ങളെ തുണി ഒന്നും കൂടി എന്താണ് സാധ്യക്കാണ്, നിങ്ങൾ ഒരു ചേരുമില്ല. അല്ലേ? നിങ്ങൾ താടി വെച്ചിട്ട് ഒരു ചേരുമില്ല, ഒന്നും പഠിച്ചു നോക്കാണ്.
ഓളെ തലാക്കിയല്ല നിങ്ങൾ. ആ ജാതികളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ഓല് നമ്മളെ നരകത്തിക്കാ കൊണ്ടോണേ, സ്വർഗത്തിക്കല്ല ഓള് കൊണ്ടോണേ. ഓള് കൊണ്ടോണേ നരകത്തിക്കാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞ നെരിയാന്റെ താഴെടുക്കാൻ പാടില്ല. ആളുകളെ കോലക്കൊടും എന്നല്ല. അപ്പോ വളരെ വിനയമുള്ള ഇബ്നു ഉമറിനോട് അള്ളാന്റെ റസൂൽ കയറ്റിയെടുക്കാൻ പറയാണ്. അഹങ്കാരമില്ലാത്തവർക്ക് താഴ്ത്തിയിടാമെങ്കിൽ ആ റിഡക്ഷൻ ആദ്യം കൊടുക്കണം അബ്ദുല്ലാഹി ഇബ്നു ഉമറിനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അഹങ്കാരമില്ലാന്ന് അള്ളാന്റെ റസൂലിന് ശരിക്കറിയാം. വിനയത്തിന്റെ നിറകുടമാണ് അദ്ദേഹം. സാരില്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ലേ, അഹങ്കാരം തരിപ്പില്ലാത്ത ആളെ, അതിപ്പോ കുറച്ച് താഴ്ന്നാലും കുഴപ്പമില്ലാന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ചില പോയത്തക്കാര് നിസ്കരിക്കുമ്പോ മാത്രം മടക്കി വെക്കും, അത് കഴിഞ്ഞാൽ പിന്നെയും താത്തിട്ടില്ല. അതുപോലെ ഇപ്പൊ വാങ്ങണ പാന്റൊക്കെ അങ്ങനെയാണ്. എടോ, അത് അനക്കുണ്ടാക്കിയ പാന്റല്ല, അത് കാഫറിനുണ്ടാക്കിയ പാന്റാ, മൂമിനുണ്ടാക്കിയ പാന്റല്ല. മുഹമ്മദും പോക്കരും ഒക്കെ കാഫറാവും എപ്പോ കുഫർ ചെയ്താല്. അത് കാഫറിനുണ്ടാക്കിയ രാമൻകുട്ടിക്കും രശ്മിക്കും വിചാരിക്കണ്ട, അബൂബക്കറിനും അഹമ്മദിനും തന്നെ. ദീനില്ലാത്തവനുണ്ടാക്കിയാണത്. ദീനുള്ളവർക്ക് അവനവന്റെ പാന്റ് നിങ്ങളുണ്ടായാൽ കൊണ്ടുപോയി മുറിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പല ആളുകൾക്കും ഒരു മടിയാണ്. അപ്പൊ നിസ്കാര സമയത്ത് മാത്രം കയറ്റി കൊടുത്താൽ പോരാ. അഹങ്കാരമില്ലെങ്കിൽ താഴ്ത്തിയിടാവുന്ന വ്യാഖ്യാനം സുഹൃത്തുക്കളെ അബദ്ധമാണ്. റസൂൽ താന്റെ ഹദീസിനെ അന്യതാ വ്യാഖ്യാനിക്കലാണ്. മാത്രമല്ല, തുണി താത്തി ഉടുത്താൽ തന്നെ അഹങ്കാരാണ്. അത് പഠിച്ചോളി. തിർമിദി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഒരാൾക്ക് ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. അതിന് വേറൊരു പോയിന്റ് ഉണ്ട്. ആദ്യമായിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോ ഈ തുണി എന്തിനാ പറയുന്നത്? എപ്പ പ്രസംഗിച്ചാലുണ്ട് സാടിയും തുണി, അതൊക്കെ ശകാപരവും നിസാരവുമായ കാര്യല്ലേ. ജമാഅത്തേര് പറയില്ല, ഓലർ തീരുമാനിക്കല ശകാപരം നിസാരം. അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ ഹദീസിൽ കാണാം, നബി ഇങ്ങനെ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, വർഫ ഇസാറക്, നീ നിന്റെ തുണി കയറ്റി കൊടുക്കണം, ഇലാ നിസ്സ കണങ്കാലിന്റെ മധ്യത്തിലേക്ക്, ഫൈൻ അബൈത ഫൈലൽ കഅബൈൻ, നീ വിസമ്മതിക്കുകയാണെങ്കിൽ, അതുവരെ കയറ്റി കൊടുക്കാൻ നിനക്ക് സമ്മതമില്ലെങ്കിൽ നെരിയാണി വരെ, വയ്യാക ഇസ്ബാലൽ ലിസാർ, അതിനേക്കാളേറെ തുണി താഴ്ത്തിയിടുന്നതിന് നീ സൂക്ഷിക്കണം, ഫൈന്നഹാ മിനൽ മഖീല, അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. വൈന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല, ഡംബ് കാണിക്കുന്നതിന്, അഹങ്കാരം കാണിക്കുന്ന അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. അവൻ നെരിയാണിക്ക് താഴെ പോയാൽ അത് അഹങ്കാരമാണ്. അഹങ്കാരം ഇല്ല എന്നവൻ പറഞ്ഞിട്ട് കാര്യമല്ല, മുതോ തേജൊട്ടിച്ചിട്ടും കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ബാർബർ ഷാപ്പിലെ കത്രിക ഒരിക്കൽ പോലും തൊട്ട് തടവിയിട്ടില്ലാത്ത താടിയും, പെണ്ണുങ്ങളുടെ മിനിസ്കറ്റ് പോലെ കയറി നിൽക്കുന്ന തുണിയും, കയ്യിൽ ഒരു അറാക്കും, സെലഫികളെ കളിയാക്കിയത്. അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പരിഹസിക്കുന്നവൻ അവൻ ആരാകട്ടെ, അവൻ അള്ളാഹു വേണ്ടത് കൊടുക്കും, യാതൊരു സംശയമല്ല. അങ്ങനെ പരിഹസിക്കാണ്. തുണി കയറ്റി കൊടുത്തവനെ പരിഹസിക്കാണ്, പാന്റ് കയറ്റി കൊടുത്തവനെ പരിഹസിക്കാണ്. പാടില്ല സുഹൃത്തെ, പരിഹസിക്കാൻ പാടില്ല. റസൂൽ താന്റെ സുന്നത്താണത്. അതുപോലെ താടി വളർത്തുന്ന കാര്യം എന്തൊക്കെ ദുർന്യായങ്ങളാ പറയുന്ന നിങ്ങൾ. 25ഓളം ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണത്. എന്താ പറഞ്ഞത്? ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ലിഹാ, നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുക. മുശ്രിക്കുകളോട്, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ എതിരാവുക. കാരണം അവർ വെക്കാറില്ല. വഹ്ഫിശ്ശവാരിം, മീശ നിങ്ങൾ ചെറുതാക്കി വെട്ടിയെടുക്കുക. മറ്റൊരു റിവായത്തിൽ ഇൻഹകുശ്ശവാരിബ, നഹക എന്ന് പറഞ്ഞാലും നല്ലോണം എടുക്കുക എന്നർത്ഥം. മീശ നിങ്ങൾ നല്ലവണ്ണം എടുക്കണം. വഹ്ഫുൽ ലിഹാ, താടി നിങ്ങൾ സമൃദ്ധമായി വളർത്തണം. 25ഓളം ഹദീസിൽ റസൂൽ ഇത് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഇതിന് ദുർന്യായം പറ. എന്താ ദുർന്യായം എന്നറിയങ്ങള്? അത് മുശ്രിക്കീങ്ങളോട് അല്ലെങ്കിൽ അഗ്നിയാരാധകരോട് എതിരാകാനല്ലേ. അവരൊക്കെ ഇപ്പൊ താടി വളർത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബഹുദൈവ വിശ്വാസികളിൽ 10% താടി വളർത്തുന്നുണ്ടോ? കുറച്ചാളുകൾ അന്നും വളർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പൊതുവെ അവർ വളർത്താറില്ല. ഇനി വളർത്തുകയാണെങ്കിൽ തന്നെ ഒരു അമുസ്ലിം താടി വളർത്തുകയാണെങ്കിൽ താടി മീശയും വളർത്തും അല്ലേ? സന്യാസിമാരെ കണ്ടിട്ടില്ല നിങ്ങള്? അച്ഛന്മാരെ കണ്ടിട്ടില്ല നിങ്ങൾ? വലിയച്ഛന്മാരെ അവർ താടിയും വളർത്തും മീശയും വളർത്തും. നമ്മൾ മീശ വെട്ടിക്കൊണ്ടുള്ള താടി വളർത്തലാണ്, അത് വേറെ ആരും ചെയ്യുന്നില്ല. മുശ്രിക്കീങ്ങളോട് എതിരാകാനാ താടി വളർത്താൻ പറഞ്ഞത്. ഓരൊക്കെ ഇപ്പൊ വളർത്താൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞമ്മക്ക് ഇനി പഠിക്കാൻ തുടങ്ങാം. എന്തായി പറയണത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ എന്തെല്ലാം കാര്യത്തിന് എതിരാകാൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമ്മളോട് എതിരാകാനല്ല പറഞ്ഞത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതാണ് ആ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ അനുഗ്രഹം ചെയ്തവരെ മാർഗം. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹ് അവരുടെ മാർഗം.
പിന്നെ പറഞ്ഞെന്താ അറിയോ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായവരുടേതല്ലാത്ത മാർഗം. ആരാ കോപത്തിന് പാത്രമായവർ? യഹൂദികൾ. അവരെ മാർഗമല്ല നമ്മുടെ മാർഗം. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിനെ ഒന്നുകൂടി വിശദീകരിക്കാണ്. വലല്ലാലീൻ, വഴിപടച്ചവരുടേതുമല്ലാത്ത മാർഗം. ആരാ വഴിപടച്ചവർ? നസാറാക്കൾ. അപ്പൊ യഹൂദി നസാറാക്കളുടെ സമ്പ്രദായങ്ങൾ പാടില്ല, അവരുടെ വിശ്വാസം പാടില്ല, മുസ്ലിംകളുടെ വിശ്വാസം പാടില്ല. നമ്മൾ അവരോട് എതിരാകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. പക്ഷെ ഓരോരുത്തരെ കണ്ട നായര നമ്പൂരിയാൻ തോന്നും. കട്ട മീശയും ഒക്കെ ക്ലീൻ ആയിട്ട്. ചിലർ മീശയും കൂടി ഞാൻ പഠിച്ചിട്ടുണ്ടാവും. ഏതാ അച്ചായം തോന്നും കണ്ടാല്. പറയാതെക്കാൻ കഴിയില്ലതൊന്നും. നിങ്ങൾക്ക് പ്രായമുള്ള പലതിന്റെ മുമ്പിൽ ഇരിക്കേണ്ട താടി പഠിച്ചോളെ. മാറ്റണങ്ങള് ചെറുപ്പക്കാരെ കണ്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറയേണ്ടി വന്നിരിക്കുക. അപ്പോ ശരിക്കും അജ്ജന്തിനപ്പം തന്നെ താടിയത്തിന് ചില തള്ളാര് ചോദിക്കണതാ, എനിക്ക് അതിനകത്ത് വയസ്സയിക്കണോ? ആരെങ്കിലും വയസ്സ് പഠിപ്പിച്ചെന്ന്? താടിന്റെ വയസ്സ് ഏത് കിതാബിലാണുള്ളത്? മുളക്കൽ തന്നെ അതിന്റെ വയസ്സ്. ഞാൻ 40 ചെയ്യണം 45 ചെയ്യണം, നബുവത്തിന്റെ പ്രായമൊന്നുമില്ല ഇതിന്. താടി മുളക്കലാ വളർത്തുന്ന പ്രായം. എന്റെ ബാപ്പ വളർത്തുന്നില്ലല്ലോ. ബാപ്പ നരകത്ത് വെച്ചിട്ട് എന്റെ അമ്മ വളർത്തുന്നില്ല, എന്റെ എളാപ്പ വളർത്തുന്നില്ല, ഇജ്ജ് മാത്രം താടിക്കാരം. ഏത് ഇസ്ലാമാ പെണ്ണുങ്ങളെ നിങ്ങൾ പഠിച്ചത്? താടി മുളച്ചാ വളർത്തണ്ട കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അത് പഠിക്കണം എന്നല്ല. നിങ്ങൾ ചോദിച്ചു നോക്കാൻ, അള്ളാന്റെ റസൂൽ ഒരിക്കലെങ്കിലും താടി പഠിച്ചണോ? അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് ഒരിക്കലെങ്കിലും താടി പഠിച്ചണോ? എവിടുത്തെ കിട്ടിങ്ങൾക്ക് ഈ താടി പഠിക്കല്? അച്ചായന്റെ ശീലാത്. എന്നിട്ട് ചില പോത്തുകൾ ഹദീസ് ഉദ്ധരിക്കുക. പോത്തുകളിൽ തന്നെ പറയണം, ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സുന്ദരനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. താടി പഠിക്കലാ സൗന്ദര്യം എവിടെയാ ഉള്ളത്? ഏത് കിതാബിലാണ്? ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പം അത് പറഞ്ഞത് റസൂലാ. റസൂൽ പഠിച്ചണോ? ആ ഹദീസ് പറഞ്ഞ റസൂലല്ലേ? റസൂൽ പഠിച്ചണോ? ഹദീസ് ഉദ്ധരിച്ച സഹാബത്താ. സഹാബത്ത് പഠിച്ചണോ? പിന്നെ എവിടുന്ന് കിട്ടിയ അച്ചായന്റെ സൗന്ദര്യ സങ്കല്പം? ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പം. ഇസ്ലാമിന്റെ സൗന്ദര്യം ആണുങ്ങൾക്കുള്ള താടി കൊടുത്തെന്തിനാ? ഇപ്പൊ ചെലോലി പറയണേ താടി തന്ന് നന്നായില്ല, പഠിക്കണത്. ഞങ്ങളെ ഭാര്യക്ക് മുളച്ചോട്ടെ നാളെ മുതൽ താടി. എന്നാലോ ആണുങ്ങൾക്ക് താടി അന്ന് നന്നായില്ല എന്നുള്ള നിങ്ങളെ അഭിപ്രായം. അതുകൊണ്ടാണല്ലോ ചിരണ്ടതില്ല, 1.5 ടൺ ചിരണ്ടത്. പുരുഷൻ അലങ്കാരമായി അന്ന് സൃഷ്ടിച്ചതാ താടി. അത് വളർത്താനാ പറഞ്ഞ്. പഠിക്കേണ്ടത് വേറെ പറഞ്ഞിട്ടുണ്ടാവും. പഠിക്കുക, കക്ഷത്തിനും മുഖ്യസ്ഥാനത്തോട് പഠിക്കുക, മോത്തുള്ളത് വളർത്തുക, മീശ വെട്ടുക, താടി വളർത്തുക. അതാ ഇസ്ലാമിന്റെ നിയമം. മനസ്സിലായില്ലേ? അതാ പഠിച്ചു വെക്കേണ്ടത്. നേരെ വെച്ച കഷ്ടത്തിലൊക്കെ ഓരോന്ന് കുപ്പായം കഴിച്ചാൽ കാണാം ചാമ മാതിരി വേർപ്പ് ഇങ്ങനെ കട്ടി കൂടിയിട്ട്. അത് പഠിച്ച് വൃത്തിയാക്കൂല. ഇതെല്ലാം ചേരണ്ടും ചെയ്യും. അത് 40 ദിവസത്തിലേറെ നിർത്താൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞതാ. 40 ദിവസം നിർത്താൻ പാടുള്ളൂ. അത് പറിച്ചു കളയണമെന്ന് അറിഞ്ഞ്. പറിച്ചാൽ കഴിയില്ലെങ്കിൽ പഠിച്ചു കളയെങ്കിലും ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പം, ഇസ്ലാമിന്റെ പിന്നെ ശുദ്ധീകരണം, അതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ചിലർ പറയാം ഇന്ത്യ നരച്ചാണ്. എന്നാ തലയോ? തല കുമ്പളം പോലെ നരച്ചാണ്. നാവും പഠിച്ചോ രാവിലെ എണീച്ചിട്ട് അതിന് കായോട് പോവും. ഇതൊരു ബ്ലേഡ് വാങ്ങിയാൽ മതിയല്ലോ, അത് കായോട് പോവും. തല നരച്ചങ്ങൾ പഠിക്കണ്ടോ? അത് ചൊറിയാണ്. ചൊറി ഇവിടെ മനസ്സിലാ. അച്ചൊറി പോയാൽ ഇച്ചൊറിയും പോവും. തല ചൊറിഞ്ഞാലോ അപ്പൊ പോവാ ഡോക്ടറെ അടുത്ത്, സാർ തല ചൊറിയല്ലേ ചൊറിയല്ലേ, എന്താ മരുന്ന്? താടി ചൊറിയാ തന്നെ ആരെങ്കിലും ഡോക്ടറെ അടുത്ത് പോവോ? പോയാത്ര ഡോക്ടർ ഇതിനും പഠിച്ചാളാ? സാർ പഠിക്കാനല്ല, എനിക്കും അറിയാം. മരുന്നുണ്ടോന്നാ ചോദിച്ചതെന്ന് പറയണം. മരുന്നുണ്ടെങ്കിൽ വാങ്ങണം. അപ്പൊ സുഹൃത്തുക്കളെ, താടി പഠിക്കൽ ഇസ്ലാമിന്റെ രീതിയല്ല. മീശ വെട്ടുക, താടി വളർത്തുക, ഇത് മുസ്ലിം സമുദായത്തിൽ തർക്കമില്ലാത്ത കാര്യ. നിങ്ങളിപ്പോ കുറച്ച് ചെറുപ്പക്കാർ കുറച്ച് തീവ്രവാദം, തുണി തണ്ടകാലമൊക്കെ കയറ്റി കൊടുക്കണം. താടി പഠിക്കൽ മഹാപാപം. ഇതൊക്കെ നിങ്ങൾ പുതിയത് ഇറക്കുമതി ചെയ്യാണ്. ഗൾഫിൽ സെലവിസം ഇറക്കുമതിയാണ്. എടോ, ഗൾഫിലേക്ക് കേരളത്തിൽ സെലവിസം അങ്ങോട്ട് കയറ്റി അയച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. കെ എം മൗലവിന്റെ കാലത്ത് 1959 കെ എം മൗലവി റഹിമഹുല്ല ഹജ്ജിന് പോയപ്പോ സൗദി ഭരണകൂടത്തിന് നിവേദനം കൊടുത്തു. ഞങ്ങൾ സെലഫികളാണ്, കേരളത്തിലുള്ള സെലഫികൾ. നിങ്ങളുടെ ഭരണം യഥാർത്ഥ ഇസ്ലാമിക ഭരണമാണെന്ന് അഭിമാനം കൊള്ളുന്നവരാണ് ഞങ്ങൾ. യഥാർത്ഥ ഇസ്ലാമിക ഭരണം കണ്ണുകൊണ്ട് കാണണമെങ്കിൽ സൗദി അറേബ്യയിലേക്ക് പോകുമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി പഠിച്ചു കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു. ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ പണ്ഡിതന്മാരും താടി പഠിക്കൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. കെ മൗലവിന്റെ കാലത്ത് അലി മൗലവിയോ അമാനി മൗലവിയോ കൂട്ടായിയോ അവർക്ക് ആർക്കും ഈ താടിനെ പറ്റി തർക്കല്ല. ഇടക്കാലത്ത് വന്ന ചില സുല്ലമികൾക്കേ തർക്കമുള്ളൂ. മനസ്സിലായില്ലേ? അത് ഈജിപ്തിൽ നിന്ന് വന്നതാണ്. ഈജിപ്തിൽ നിന്ന് വന്ന നല്ലതല്ലേ എടുക്കാൻ പറ്റുള്ളൂ.
ഈജിപ്തിൽ നിന്ന് ഇപ്പോഴും ഈജിപ്തിൽ താടി വെക്കാൻ പാടില്ല. മുസ്ലിം രാജ്യത്ത് താടി വെക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ പ്രയർ പെർമിഷൻ വാങ്ങണം. എങ്ങനെയുണ്ട് ആ രീതി? മുസ്ലിം രാജ്യമാണ് അവിടെ എന്തെല്ലാം തമ്മാടിത്തം നടക്കണു. അത് പണ്ട് ഈജിപ്തിൽ പാശ്ചാത്യൻ കോളനിയായതിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഇരകളാണവർ. അവർക്ക് താടിയോട് വിരോധമാണ്. അവിടുത്തെ ചില പണ്ഡിതന്മാർ ഇസ്ലാഹി പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഇസ്ലാഹി പ്രവർത്തനത്തിൽ വേണ്ടത് മാത്രം എടുക്കാനാണ്. റഷീദും ഷെയ്ഖ് മുഹമ്മദ് അബ്ദും നമ്മളെ അബ്ദു മദ്ഹബും ജിലവി മദ്ഹബും എന്നല്ല നമ്മളത്. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അവരെ നല്ലത് മാത്രം സ്വീകരിക്കാൻ അവർ പറഞ്ഞിട്ടുള്ളത്, അവരെ കണ്ണടച്ചനുകരിക്കാൻ അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ താടി വളർത്തുന്നതിന് എന്തൊക്കെ വ്യാജവാദങ്ങളാ. ഒരു സുല്ലം ഇപ്പൊ പറഞ്ഞെടുക്കണേ, ഇവിടെ മുളക്കണീന് മാത്രമേ താടിന്ന് പറയുള്ളൂ, കവിളത്ത് മുളക്കണീനും. ഏത് ഭാഷയാണ് പഠിച്ചത്? അല്ലഹിയത്ത് ഷെയറുൽ ഖദ്ദൈനി വദ്ദിഖൻ, താടിയിലും രണ്ട് കവിളിലും മുളക്കുന്നത് ഒക്കെ താടിയാണ്. മീശയല്ലാതെ എന്തൊക്കെ മുളക്കുന്നുണ്ട് അതിനൊക്കെ ലഹിയത്ത് എന്നാ പറയാ. അറബി ഭാഷയിൽ അങ്ങനെയാണ് പറയാ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ബഹുദൈവ വിശ്വാസികൾക്ക് എതിരാകുക എന്ന് പറഞ്ഞാൽ ഇന്നും ബഹുദൈവ വിശ്വാസികൾ ഭൂരിഭാഗവും താടി പഠിക്കുന്നവരാണ്. നമ്മൾ വളർത്തിയാൽ നമ്മൾ അവർക്കെതിരായി. അങ്ങനെ എതിരാകണം എന്നെന്താ? റസൂൽ പറഞ്ഞ് എതിരാകണം റസൂൽ പറഞ്ഞാൽ നമ്മൾ എതിരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അപ്പൊ താടി വെക്കലും സുന്നത്തല്ലേ ഉള്ളൂ. സുന്നത്ത് പറഞ്ഞെന്താ? എടുത്താ കൂലുണ്ട്, ഒഴിച്ചാ കുറ്റല്ല. അപ്പൊ താടി വെച്ചോൾക്ക് എന്റെ കൂലിട്ടും വെക്കാത്തവർക്ക് എന്റെ ശിക്ഷ ദൈവായി, വെച്ചാത്തവർക്ക് ശിക്ഷ ഉണ്ടാവൂല. അങ്ങനെയല്ലേ? അല്ല, വുജൂബാണത്. താടി വളർത്തുന്ന ഹുക്കുമെന്താ? നിർബന്ധം. അതുകൊണ്ടാണ് താടി വടിക്കുന്നതിന്റെ ഹുക്കുമെന്താന്ന് ചോദിച്ചാൽ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹറാം ആണ്. മാത്രല്ല 4 മദ്ഹബ് ഹനഫി, ഷാഫി, ഹംബലി, മാലിക് ഉണ്ടല്ലോ, ഈ 4 മദ്ഹബിനും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ്. 4 മദ്ഹബിനും താടി ഓടിക്കൽ ഹറാമാണ്. സലഫികൾക്ക് മുഴുവനും ഹറാമാണ്. KM മൗലവി വരെയുള്ള എല്ലാ സലഫി പണ്ഡിതന്മാരും താടിയിലാണോ ഇസ്ലാം എന്നിട്ട് സയ്യിദലവി പുറത്തൂർ എന്ന ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ പിന്നെന്തോ തെരീക്കത്തോ എന്തോ ആയിപ്പോയി. പക്ഷെ അന്ന് അയാൾ മുജാഹിദ് അനുഭാവിയാണ്. എന്നിട്ട് അയാൾ ആ പുസ്തകത്തിന് അവതാരിക ആരെ കൊണ്ടറിയോ? ഒന്ന് KP മുഹമ്മദ് മൗലവിയെ കൊണ്ടും ഒന്ന് ഉമർ മൗലവിയെ കൊണ്ടും. ഇത് നമ്മളെ ആളുകൾക്കാണ് കേറുന്നില്ല. മക്കത്ത് പോയി ഹജ്ജ് ചെയ്തു വന്നവരും കൂടി താടി വടി നിർത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ രാജ്യന്മാരും. മക്കത്തുനിന്ന് ഓരോന്നിനെ പിടിച്ചാൽ സത്യം ചെയ്യിക്കുന്നു, എന്നാലും കാണാം ഇവിടെ വരുമ്പോ പഠിച്ചു പഠിപ്പിച്ചിങ്ങനെ നടക്കണം. എന്തൊരു കഷ്ടാണിത്. ആരെയാ നമ്മൾ നന്നാക്കാൻ പോണത്? നമ്മൾ നന്നാകണം ആദ്യം. മനസ്സിലായില്ലേ? വമയുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഇന്നതാണെന്ന് വ്യക്തമായതിനു ശേഷവും റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചാൽ, റസൂലിന്റെ ചര്യക്കെതിരെ പ്രവർത്തിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞേർത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ കടത്തിയരിക്കും. വസാഅത്ത് മസീറാ, അത് ഏറ്റവും മോശമായ പതനസ്ഥാനമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുന്നത്ത് എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ചില ആൾ താടി വടിക്കലാണ് നിർത്തിയേ ഉണ്ടാവുള്ളൂ. ഉമ്മിക്കരി വാരിത്തേച്ച് മരിപ്പേരിനൊരു താടി. സുഹൃത്തെ, അതൊന്നും വലുതായിക്കോട്ടെ. എത്ര വെട്ടാൻ സഹാബികൾ വെട്ടിയത് ഒരു പിടി കഴിഞ്ഞിട്ട് ബാക്കിയാ. മാ ഫൗഖൽ ഖബ്ല, അതിൽ കുറച്ച് വെട്ടിയതായിട്ട് ഒറ്റ ഹദീസിലില്ല. അതുകൊണ്ട് ഒരു പിടി കഴിഞ്ഞ് ഞങ്ങൾക്ക് വെട്ടാം, അതേ ഉള്ളൂ. അതാണ് നബി പഠിപ്പിച്ചത്, സഹാബികൾ കാണിച്ചെന്നത്. അത് നിങ്ങൾ നടപ്പിലാക്കണം. ഇനി നമ്മുടെ സഹോദരിമാരെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത്.